ഹക്കായ ദീൻ ഇസ്ലാം ദിക്കായ ദിക്കിലൊക്കെ എത്തിക്കാനൊത്തൊരുമിക്കാം. ഇസ്ലാഹി ക്ലാസ് റൂമിൽ അതിനായി വന്നു ചേർന്ന് ഇസ്ലാമിൻ ശബ്ദം ശ്രവിക്കാം. എന്നും ഇസ്ലാമിൻ ശബ്ദം ശ്രവിക്കാം. ആരാധനക്കർഹൻ അല്ലാഹു ഏകൻ മാത്രം, അതുതന്നെ വലിയൊരു സത്യം. ആരാധനക്കർഹൻ അല്ലാഹു ഏകൻ മാത്രം, അതുതന്നെ വലിയൊരു സത്യം. അതു നമ്മൾ ലോകരോട് അറിയിക്കാൻ ധീരമായി എന്നെന്നും നമ്മളൊരുക്കം. ഇവിടെ എന്നെന്നും നമ്മളൊരുക്കം. ബിദ്അത്തുകളേറി വന്നു, അതിനൊപ്പം ജിന്നും ചേർന്നു, ശിർക്കിന്റെ വഴികൾ തുറന്നു. എതിരായിട്ടുള്ള വേദി പൊരുതാനായുള്ള വീതി നന്നായി കരുതുക നമ്മൾ. എന്നും നന്നായി കരുതുക നമ്മൾ. ഇസ്ലാഹി ക്ലാസ് റൂമ് ബഹുകാര്യ പാഠശാല, എല്ലാവർക്കും ഏറെ പഠിക്കാം. ഖുർആനിൻ പൊരുളറിയാം, തിരുചര്യ നേർക്കറിയാം, പരലോക ചിന്ത വളർത്താം. ഖുർആനിൻ പൊരുളറിയാം, തിരുചര്യ നേർക്കറിയാം, പരലോക ചിന്ത വളർത്താം. എന്നും പരലോക ചിന്ത വളർത്താം. ഉലമാക്കൾ ഏറെയുണ്ട്, സന്ദേഹം തീർത്തുകൊണ്ട് എപ്പോഴും നമ്മുടെ റൂമിൽ. പല ഭാഷാ പാഠമുണ്ട്, ബഹുദേശക്കാരുമുണ്ട്, ഇവിടെ നാം ഏക കുടുംബം. എന്നും ഇവിടെ നാം ഏക കുടുംബം. വിഷയങ്ങൾ പലതുമായി വൈവിധ്യ ഭാഷണങ്ങൾ, നവലോകം നമ്മുടെ മുമ്പിൽ. ഗുണമേറെ നൽകിടാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സിഹറിന് യാഥാർത്ഥ്യമുണ്ടോ എന്നതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം. യാഥാർത്ഥ്യമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളത് വിശദീകരിക്കുന്നില്ല. ഖുർആനിൽ തോന്നല്, ജാലവിദ്യ, ചതി എന്നീ അർത്ഥങ്ങൾക്കാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത് എന്നും വേണമെങ്കിൽ ഏതാണ്ട് 28ഓളം ആയത്തുകളിൽ ഇതേ അർത്ഥത്തിന് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടെന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ട്. അതിനുശേഷം സുഊദിലെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ ചില അഭിപ്രായങ്ങൾ ഞാൻ ഉദ്ധരിച്ചു. അതാണ് സാലിഹ് ഫൗസാനുൽ ഫൗസാൻ. അദ്ദേഹം ഹൈഅത്ത് കിബാറുൽ ഉലമയിൽ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായവും കേട്ടു. അതിന് ഹഖീഖത്തില്ല, യാഥാർത്ഥ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിറിനെ വധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹു സിഹർ ചെയ്തൊരു സ്ത്രീയെ വധിച്ചിട്ടുണ്ട്. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് സാഹിറന്മാരെ വധിക്കണമെന്ന് തന്റെ ഗവർണർമാർക്ക് കത്തെഴുതിയിട്ടുണ്ട്. എന്നില്ല കാര്യങ്ങളൊക്കെ തന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയും സിഹറിന് യാഥാർത്ഥ്യമില്ലെന്ന് സ്ഥാപിക്കുകയും ചെയ്തു.
അതിനുശേഷം ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുല്ലാഹിബിന് ബാസിന്റെ ഒരു അഭിപ്രായം ഞാൻ ഉദ്ധരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഇപ്പോ നമ്മുടെ ജീവിച്ചിരിക്കുന്നില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്ന ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു വമാനാഹു ഫിശ്ശറഇ മാ യതആതാഹു السحرة من التخييل والتلبيس الذي يعتقده المشاهد حقيقة وهو ليس بحقيقة كما قال الله سبحانه وتعالى عن سحرة فرعون قالوا يا موسى إما أن تلقي وإما أن نكون أول من ألقى قال بل ألقوا فإذا حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. അദ്ദേഹം തന്റെ ഫത്വയിൽ ഉദ്ധരിക്കുകയാണ്. ശറയിൽ അതിന്റെ അർത്ഥം ജനങ്ങൾ ഇന്ന് സാധാരണ നിലക്ക് ഉപയോഗിക്കുന്ന ശരിയാത്തിൽ സിഹറിന്റെ അർത്ഥം സിഹറുകാർ കൊണ്ടുവരുന്നത് തോന്നലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളുമാണ് എന്നല്ലാതെ അതിന് യാഥാർത്ഥ്യമില്ല. കാഴ്ചക്കാർ അത് സത്യമാണെന്ന് വിശ്വസിക്കും, എന്നാൽ അത് സത്യമല്ല. മുശാഹിദു ഹഖീഖത്തൻ, കാഴ്ചക്കാർ സത്യമാണെന്ന് വിശ്വസിക്കും. വഹുവ ലൈസ ബിഹഖീഖത്തിൻ, എന്നാൽ അത് യഥാർത്ഥത്തിൽ അത് സത്യമല്ല, വെറും തോന്നൽ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു ഫറോവയുടെ സാഹിറുകാരെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. അവർ ജാലവിദ്യക്കാർ പറഞ്ഞു, ഹേ മൂസ, ഒന്നുകിൽ നീ ഇടുക, അല്ലെങ്കിൽ ഞങ്ങളാകാം ആദ്യമായി ഇടുന്നത്. അദ്ദേഹം പറഞ്ഞത്, മൂസാ നബി പറഞ്ഞത്, അല്ല, നിങ്ങൾ ഇട്ടുകൊള്ളുക. അപ്പോഴതാ അവരുടെ ജാലവിദ്യ നിമിത്തം അവരുടെ കയറുകളും വടികളും ഓടുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ഇതാണ് മൂസാ നബിക്കും ഒരു തോന്നി എന്നാ പറഞ്ഞത്. അവരുടെ കയറുകളും വടികളും യഥാർത്ഥത്തിൽ പാമ്പുകളായി എന്നല്ല പറഞ്ഞത്. അത് കയറുകളും വടികളും പാമ്പുകളെ പോലെ എഴയുന്നതായി മൂസാ നബിക്ക് തോന്നി. ഇങ്ങനെ തോന്നിയപ്പോ പെട്ടെന്ന് ഇത് തോന്നിയപ്പോ മൂസാ നബിക്ക് ഭയമുണ്ടായി. ഫൗജസ ഫീ നഫ്സിഹി ഖീഫത മൂസ ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല, ഭയപ്പെടേണ്ട, നീ തന്നെയാണ് ഇവിടെ വിജയിക്കുക, നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. വാൽഖി മാ ഫീ യമീനിക തൽഖഫു മാ സനഉ, നിന്റെ വലത് കയ്യിലുള്ള ഇട്ടേക്കും, അവരുണ്ടാക്കിയതിനൊക്കെ അത് പിടിച്ചു വീഴും. ഇന്നമാ സനഉ കൈദു സാഹിരിൻ, കാരണം രണ്ടാമത്തെ പ്രയോഗം തീർച്ചയായും ഒരു സാഹിറിന്റെ ചതിയാണ് അവർ. ചതി രണ്ടാമത്തെ പ്രയോഗമാണ് ഖുർആനിൽ പറഞ്ഞത്, ചതി എന്നാ പറഞ്ഞത്. മൂന്നാമത് സഹറു അയുനന്നാസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇന്നലെ വിവരിച്ചിട്ടുണ്ട്. അവർ ജനങ്ങളുടെ കൺകിട്ടി, യഥാർത്ഥം ജനങ്ങൾക്ക് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ. ഇത് ശൈഖ് ഇബ്നു ബാസിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം എത്രമാത്രം സൂക്ഷ്മതയുള്ള പണ്ഡിതനാണെന്ന് അറിയാമോ? ഇത് മുജാഹിദ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമല്ല, മറിച്ച് ലോക പണ്ഡിതന്മാരിൽ പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. പിന്നെ സലഫു സാലിഹീങ്ങളിൽപ്പെട്ട പല പണ്ഡിതന്മാരുടെയും അഭിപ്രായമാണ്. അതിനാണ് ഞാൻ പറഞ്ഞ അബൂബക്കർ ഇസ്തറാബാദി, ഇമാം ഷാഫിഈ, അബൂബക്കർ റാസി അൽ ജസ്സാസ്, ഇബ്നു ഹസം അൽ ലാഹിരി, ഷെയ്ഖ് റഷീദ് റിള, മുസ്തഫ അൽ മറാദി, അദ്ദക്തൂർ വഹബത്ത് സഹീലി പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിലൊക്കെ, ഇവരൊക്കെ അധികം തഫ്സീർ എഴുതിയ പണ്ഡിതന്മാരാണ്, അവരുടെ തഫ്സീറുകളിലൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുള്ളത് അതിന് യാഥാർത്ഥ്യമില്ല എന്നാണ്. എന്തിനാണ് അതിന് യാഥാർത്ഥ്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഇങ്ങനെ മെനക്കെടുന്നത്?
ഇത്രയധികം ആയത്തുകളിലൂടെ ഖുർആൻ സിഹറിന് യാഥാർത്ഥ്യമല്ല. 28 ആയത്ത് ഇപ്പൊ ഞാൻ കണ്ടതാണ് സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് പാടുപെടുന്നത്. യാഥാർത്ഥ്യമുണ്ടെന്ന് ഞങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും സിഹർ ചെയ്യാം. ഒരാള് ഇതൊരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സിഹർ ചെയ്യാം, ഒരു കാലം നിശ്ചയിച്ചുകൊണ്ട് ഇത്ര കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് സിഹർ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സിഹർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സിഹർ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു സിഹർ ചെയ്യുക. എന്നിട്ട് ഞങ്ങൾക്ക് പറ്റട്ടെ, ആ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് പറ്റട്ടെ. അപ്പൊ ഞങ്ങൾ വിളിച്ചു പറയാം സിഹറിന് യാഥാർത്ഥ്യമുണ്ട്, ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് തെറ്റാണ്, അബദ്ധമാണ്, സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് ഞങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. അതിന് യാതൊരു മടിയും ഞങ്ങൾക്കില്ല. എന്താണ് അതിനൊന്ന് തയ്യാറാവാത്തത്? എന്നാൽ ഈ സംവാദത്തെ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ഇതൊക്കെ കുറച്ചുകൊണ്ട് ഒഴിവാക്കിക്കൂടെ? ഇതാണല്ലോ സിഹർ പറ്റുമോ പറ്റൂലേ, യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വാദപ്രതിവാദം നടത്തുന്നതിനേക്കാൾ നല്ലത് പ്രാവർത്തിക രൂപത്തിൽ തെളിയിക്കലല്ലേ നല്ലത്. ആരും എന്താണ് അതിന് തയ്യാറാവാത്തത്? തയ്യാറായാൽ കല്ല് അവിടെ പൊളിയും, പിന്നെ ഈ വാദപ്രതിവാദം നടത്താൻ പറ്റൂല. അതുകൊണ്ടാണ് ആരും തയ്യാറാവാത്തത്. പിന്നെ ഈ ഇബ്നു ബാസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചിലർക്ക് വസ്വാസ് കൊണ്ട് അങ്ങനെ ചിലതൊക്കെ സംഭവിക്കും. അത് ഇമാം ഷാഫി പറഞ്ഞല്ലോ, അസ്സിഹ്റു യുവസ്വിസു വൽ വസ്വസതു യുമർരിദു വൽ മറദു യകൂനു സബബൻ ലിൽ മൗത്ത്. സിഹർ വസ്വാസ് ഉണ്ടാക്കും ചില ആളുകൾക്ക്, അതിനെപ്പറ്റി സംശയമുള്ള ആളുകൾക്ക് വസ്വാസ് ഉണ്ടാക്കും. ആ വസ്വാസ് കുറെ കാലം മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങിപ്പൊട്ടിയാൽ അത് രോഗമായി മാറും. ആ രോഗം കുറെ കാലം കഴിയുമ്പോൾ പല രൂപത്തിൽ ആയിരിക്കും അത് പ്രത്യക്ഷപ്പെടുക. അങ്ങനെ അത് മരണത്തിലേക്ക് എത്തിക്കാം. അപ്പൊ അതിനും സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടായിട്ടല്ല. സിഹർ എന്ന ഈ പൊടിക്കൈ ഉപയോഗപ്പെടുത്തി ചില ദുർബല വിശ്വാസികളെ വസ്വാസിൽ ചാടിക്കുകയാണ്. ആ വസ്വാസ് നിമിത്തം അത് അവർക്ക് രോഗമുണ്ടാകുകയും എന്നല്ലാതെ സിഹറിന്റെ യാഥാർത്ഥ്യം കൊണ്ടല്ല എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. ഇനി അദ്ദേഹം പറയുന്നു, ഇബ്നു ബാസ് പറയുന്നു അതേ ഫത്വയിൽ, വമിനൽ ഇലാജി ശർഈ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ശർഈയായ ചികിത്സയുണ്ട്. അൻ യുആലജ അസ്സിഹ്റ ബിൽ ഖിറാഅത്തി, ചില ഖുർആൻ പാരായണം ചെയ്യുക, പാരായണം ചെയ്ത് ചികിത്സിക്കുക. വൽ മസ്ഹൂർ യഖറഉ അലൈഹി അഅദമു സൂറത്തിൻ ഫിൽ ഖുർആൻ വഹിയൽ ഫാത്തിഹ, ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിക്ക. എന്നാൽ ആ വസ്വാസ് തീരും. തകററ അലൈഹി, അത് ആവർത്തിച്ച് ചെയ്താൽ ആ വസ്വാസ് തീരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് فإنه فإذا صدرت القراءة عن إيمان وعن تقوى وعن إخلاص وكرر ذلك القارئ فقد يزول السحر എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തഖ്വയും സൂക്ഷ്മതയും ഈമാനും ഇഖ്ലാസും ഒക്കെ ഉള്ള ഒരു വ്യക്തി ഈ ഫാത്തിഹ ആവർത്തിച്ച് ഓതി ആ സിഹറുകാരനെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ സിഹർ കൊണ്ടുണ്ടായി തീർന്ന എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതാണ് എന്നാണ് ശൈഖ് ഇബ്നു ബാസ് പറഞ്ഞത്. അവിടെ ഹോമം ജപിക്കാനോ മറ്റു രൂപത്തിലുള്ള മന്ത്രവാദങ്ങൾ നടത്താനല്ല. സൂറത്തുൽ ഫാത്തിഹ അതാണ് അഅ്ളമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്ത്. ആ സൂറത്തോതി മന്ത്രിക്കാനാണ് പറഞ്ഞത്. ആ സൂറത്തോതി ഏത് സന്ദർഭത്തിലും എപ്പോഴും മന്ത്രിക്കുന്നതിന് ഇസ്ലാം എതിരല്ല, ഇസ്ലാം അനുവദിച്ച കാര്യമാണ്.
അപ്പൊ ഇതാണ് സിഹറുകാർ ആർക്കെങ്കിലും അവരുടെ സിഹർ കൊണ്ട് വല്ല വിഷമവും ചിലർക്ക് ഉണ്ടായതായി തോന്നിയാൽ ഇങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് മന്ത്രിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി സുഖമായി കിട്ടും. സിഹറിന് യാഥാൽ എന്ത് ചെയ്യണം? അങ്ങനെ തോന്നുന്നുണ്ടല്ലോ പലർക്കും, ഈ ദുർബല വിശ്വാസികൾക്കൊക്കെ അങ്ങനെ തോന്നുമ്പോൾ ഇതാണ് അതിന് പരിഹാരം എന്നും കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു വിഭാഗം മുജാഹിദുകളുടെ അഭിപ്രായമല്ല, ലോകം മുഴുവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രഗത്ഭ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. ഇനി ജാമിഉൽ ബയാൻ, ഇബ്നു ജരീർ തിബിരിയുടെ ജാമിഉൽ ബയാനിൽ എങ്ങനെയാണ് ഇത്, ആദ്യത്തെ മുഫസ്സിറാണ്, എങ്ങനെയാണ് അദ്ദേഹം ഇതിനെ വിലയിരുത്തിയതെന്ന് നോക്കൂ. ഇഖ്തലഫ ഫീ മഅന സിഹർ ഫഖാല ബഅദുഹും ഹുവ ഖദഉൻ വമഖാരീഖുൻ വമആനി യഫ്അലുഹ الساحر حتى يخيل إلى المسحور الشيء أنه بخلاف ما هو به نظير الذي يرى السراب من بعيد فيخيل إليه أنه ماء. ജാമിഉൽ ബയാൻ ഇബ്നു ജരീർ തിബിരി 1-ാം വാള്യം 459-ാം പേജ്. ഇത് മുഫസ്സിറുകളുടെ ഉസ്താദാണ് ഇമാം മുഹമ്മദ് ഇബ്നു ജരീർ തിബിരി, ആദ്യകാലത്തുള്ള തഫ്സീറുമാണ്. അദ്ദേഹം പറയുന്നു, സിഹറിന്റെ നിർവചനത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. ചിലർ പറഞ്ഞു അത് സിഹറുകാരൻ പ്രവർത്തിക്കുന്ന വഞ്ചനയും തട്ടിപ്പുമാണ്. ഒരു വസ്തു കാഴ്ചക്കാരന് യഥാർത്ഥത്തിന് വിപരീതമായി തോന്നത്തക്ക വിധത്തിലായിരിക്കും വ്യക്തിക്ക് അത് വെള്ളമാണെന്ന് തോന്നുന്നത് പോലെ. അല്ലോ, ഇത് മുജാഹിദിന്റെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണോ ഈ മുഹമ്മദ് ജരീർ തിബിരി? പൂർവീക മുഫസ്സിറുകളിൽപ്പെട്ടതാണ്. ഇത്രയും ആധികാരികമായ ഒരു തഫ്സീർ എടുത്ത് ഉദ്ധരിക്കാൻ ആർക്കും സാധ്യമല്ല. പിന്നെ ആധുനിക മുഫസ്സിറുകളിൽപ്പെട്ട വഹ്ബത്തുൽ ജഹീലി പറയുന്നു, വസ്സിഹ്റു ഫിൽ ഹഖീഖത്തി ലാ യുഅസ്സിറു ബിതബഇഹി. സിഹർ, ആ സിഹർ കൊണ്ട് മാത്രം അതിന് യാതൊരു തഅ്സീറും ഉണ്ടാക്കാൻ സാധ്യമല്ല. വലാ ബിഖുവ്വത്തിൻ ദാത്തിയ്യത്തിൻ ഫീഹി, ആ സിഹറിന് ദാത്തിയായ ഒരു കഴിവില്ല. ആ സിഹറിന് ഏതെങ്കിലും വ്യക്തിക്ക് അത് ഏൽപ്പിക്കാനോ ദോഷമുണ്ടാക്കാനുള്ള കഴിവില്ല. എന്നാണ് വഹബത്തുൽ ജഹീലി തന്റെ തഫ്സീറുൽ മുനീറിലും പറഞ്ഞത്. വഖാലൽ ഹസനുൽ ബസരി, ഹസൻ ബസരി താബിഈകളിൽപ്പെട്ട പണ്ഡിതനാണ്. മൻ ശാ അല്ലാഹു മനഅഹു ഫലാ യദുറുഹു സിഹർ വമൻ ശാ ഫദറഹു. ഈ സിഹർ ചെയ്ത് ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുമ്പോൾ അതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുമില്ല. വമൻ തഅല്ലമ السحر وعمل به فإنه يتعلم ما يضره ولا ينفعه. ഒരാൾ സിഹർ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അയാൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അയാൾ പഠിച്ചത്. അതുകൊണ്ട് അയാൾക്കൊരു നേട്ടവും ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നില്ല, ളററ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം മാത്രമാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. അത് ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഇതിന് അള്ളാന്റെ ഇതിന് ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. അപ്പൊ അതിന് സിഹർ ഒരു കാരണമായി എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത്, എന്നല്ലാതെ സിഹറിന് യാഥാർത്ഥ്യമുണ്ടായിട്ടല്ല. സിഹർ അതിനൊരു കാരണം, ബഹുവ മുജറദു സബബിൻ ലാഹിരി, ലാഹിറായ വെറും ഒരു കാരണം മാത്രമാണ്. കാരണം ദുർബല വിശ്വാസിക്ക് അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും, അത് തോന്നിയിട്ട് അയാൾ പേടിക്കും,
എനിക്കങ്ങനെ പല രോഗങ്ങളും ഉണ്ടാകും, ഇന്ന ആള് മാരണം ചെയ്തിട്ടുണ്ട്, സിഹർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് രക്ഷയില്ല എന്ന് മനസ്സിൽ അടിയുറച്ച് തോന്നിയാൽ അയാൾക്ക് മാനസിക രോഗങ്ങൾ ധാരാളമായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഇമാം ഷാഫി പറഞ്ഞെടുത്തേക്കാണ് എത്തുന്നത്. അസ്സിഹറു യുവസ്വിസു വൽ വസ്വസത്തു യുമരിസു. സിഹർ വസ്വാസ് ഉണ്ടാക്കും. ദുർബല വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള വസ്വാസ് ഉണ്ടാക്കും. ആ വസ്വാസ് രോഗത്തിലേക്ക് എത്തിക്കും. അപ്പോ ഇതൊക്കെ പറഞ്ഞത് പൂർവീകരായ പണ്ഡിതന്മാരാണ്. ഞങ്ങള് കുറച്ചാളുകൾ മാത്രമല്ല ഇതെടുത്ത് പറയുന്നത്. പൂർവീകരായ പണ്ഡിതന്മാരെ അഭിപ്രായം എടുത്ത് ഉദ്ധരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി ഇമാം അബൂബക്കർ റാസി അൽ ജസ്സാസ് അദ്ദേഹം സിഹറിനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായവും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇന്ന സാഹിറ വൽ മുഅ്സിമ ലൗ ഖദറ അലാ മാ യദ്ഇയാനിഹി മിനൻ നഫ്ഇ വൽ ളറരി മിനൽ വുജൂഹി അല്ലതി യദ്ഊന വഅംകനഹും അത്ത്വയ്റാനു വൽ ഇൽമു ബിൽ ഗുയൂബി وإخبار البلدان النائية والخبيات والسرق والإضرار بالناس من غير الوجوه التي ذكرنا لقدروا على إزالة المماليك واستخراج الكنوز والغلبة على البلدان بقتل الملوك بحيث لا يبدأهم مكروه. أبو بكر الرازي الجساس അദ്ദേഹം ഹനഫി മദ്ഹബുകാരനാണ്. നേരത്തെ ഇമാം ഷാഫിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അതേപോലെ അബൂബക്കർ ഇസ്റാബാദി അദ്ദേഹം ഷാഫി മദ്ഹബുകാരനാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ലാഹിരി മദ്ഹബുകാരനായ ഇബ്നു ഹസമുൽ ഉന്ദുൽസിയുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി അബൂബക്കർ റാസി അൽ ജസ്സാസ് ഹനഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പറയുന്ന അഭിപ്രായമാണ് ഞാൻ ഇപ്പം നിങ്ങളെ കേൾപ്പിച്ചത്. അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കാം. സിഹറുകാർക്കും ഇസ്മു പണിക്കാർക്കും അവരുടെ വാദമനുസരിച്ച് ഗുണവും ദോഷവും അസാധാരണ മാർഗത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പറക്കുവാനും അദൃശ്യ കാര്യങ്ങൾ അറിയുവാനും വിദൂര രാജ്യങ്ങളിലെ വാർത്തകളും അവിടെ മറച്ചുവെച്ച കാര്യങ്ങളും കളവുപോയ വസ്തുക്കൾ കണ്ടുപിടിക്കാനും അസാധാരണ മാർഗത്തിലൂടെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാനും അവർക്ക് കഴിയേണ്ടതാണ്. അങ്ങനെ കഴിയുമെങ്കിൽ സാമ്രാജ്യങ്ങളിലെ ഭരണാധികാരികളെ മാറ്റാനും ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധികളും നിക്ഷേപങ്ങളും പുറത്തു കൊണ്ടുവരാനും ദോഷബാധ ഒന്നും ഏൽക്കാത്ത വിധത്തിൽ രാജാക്കന്മാരെ കൊണ്ട് രാജ്യം പിടിച്ചടക്കുന്നതിനും ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനെ ആശ്രയിക്കാതിരിക്കുന്നതിനും അവർക്ക് കഴിയുമായിരുന്നു. എന്നാൽ അനുഭവം നേരെ മറിച്ചാണ്. ഇത്രയധികം ദുസ്ഥിതരും വഷളന്മാരും ധനക്കൊതിയന്മാരുമായ മറ്റൊരു വിഭാഗത്തെ വേറെ കാണുകയില്ല. ഈ സെഹർ പണിക്കാർ അത്യാഗ്രഹികളും തന്ത്രശാലികളും തട്ടിപ്പിലൂടെ ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നവരും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദരിദ്രരുമാണ്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഈ മാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അബൂബക്കർ റാസി അൽ ജസ്സാസിന്റെ അഹ്കാമുൽ ഖുർആൻ 1-ാം വാള്യം 48-ാം പേജ്. എത്ര സത്യമായ നിലക്കാണ് അദ്ദേഹം വിവരിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിൽ പല രാജ്യങ്ങളിലെ രാജാക്കന്മാരെ മാറ്റാനും സിഹർ ചെയ്തു കൊല്ലാം. ഒന്നും പേടിക്കണ്ടല്ലോ, ഒരു പ്രതികരണവും അതിനുണ്ടാവില്ല. കാരണം അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. തനിക്കിഷ്ടമില്ലാത്ത ഭരണാധികാരിയെ സിഹർ ചെയ്തുകൊണ്ട് കൊന്നാ മതി. എന്നിട്ട് തനിക്കിഷ്ടമുള്ളവരെ അവിടെ കയറ്റിയിരുത്താം. ഇങ്ങനെ ഒരുപാട് പണികൾ ചെയ്യാം. പിന്നെ ചോദിക്കുന്നു, ഇവർക്ക് ഇതിനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ ഇവര് ഈ ജനങ്ങളുടെ പോക്കറ്റ് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എന്തിനാണോ? ഇവര് പരമദരിദ്രരും പണമോഹികളും കള്ളന്മാരുമാണ് എന്നാണ് ജസ്സാസ് ഇവിടെ സ്ഥാപിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ആലോചിച്ചിട്ടുണ്ട്,
സ്കൂളിൽ പഠിക്കുന്ന അന്ന് അവിടെ മാജിക് കാണിക്കാൻ വേണ്ടി അവര് വരും. കൺകെട്ട് ജാലവിദ്യ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ആ ജാലവിദ്യ കാണിക്കാൻ വേണ്ടി ആളുകൾ വന്നിട്ട് ഒരു പാത്രത്തിൽ ഒരു നോട്ടിടും. എന്നിട്ട് അതിങ്ങനെ കുലുക്കി, അത് ആദ്യം എല്ലാവർക്കും കാണിച്ചു തരും. എന്നിട്ട് ഒരു നോട്ട് അതിലിട്ട് കുലുക്കി ഒരുപാട് നോട്ടുകൾ അതിന് കിട്ടും. അതവിടെ ഒളിപ്പിച്ചു വെച്ചതാണ്. അതിപ്പോഴാണ് മനസ്സിലാവും, അന്നത് മനസ്സിലാവില്ല. എന്നിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് അന്ന് മുക്കാലാണ്, ഓട്ടമുക്കാലൊക്കെ ഉള്ള കാലാണ് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഈ നമ്മുടെ കയ്യിലുള്ള ഓട്ടമുക്കാലൊക്കെ അവർ പാത്രം കാട്ടിയിട്ട് അതിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവർക്ക് ഇങ്ങനെ നോട്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഞങ്ങളുടെയൊക്കെ എന്തിനായി ഓട്ടമുക്കാൽ ഒരുക്കുന്നത്? അതന്ന് മനസ്സിൽ തോന്നിയിരുന്നതാണ്. നമ്മുടെ സുഹൃത്തുക്കളോട് പറയാറുമുണ്ട്. പക്ഷെ അതിനൊരു ഉത്തരമാരും പറഞ്ഞു തന്നിട്ടുമില്ല. ഒരു ചോദ്യമായിട്ട് ആരോടും അങ്ങനെ ചോദിച്ചിട്ടുമില്ല. നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോ അബൂബക്കർ റാസി അൽ ജസ്സാസ് ഇവിടെ തുറന്നു പറയുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധികൾ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും. അതുപോലെ മറ്റുള്ളവരുടെ ഖജാനകളിലെ പണം അവരുടെ പോക്കറ്റിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചേക്കും. പിന്നെ അവര് ജനങ്ങളിൽ നിന്ന് ഈ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി എന്തിനാണ് അവർ മെനക്കെട്ട് നടക്കുന്നത്? അതിൻ്റെ അർത്ഥം ഇതൊന്നും യാഥാർത്ഥ്യമല്ല, അതിലൊന്നും ഒരു തരത്തിലുള്ള യാഥാർത്ഥ്യവും അതിലില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇബ്നു ഹസമുൽ ഉന്ദുലിസിയും ഈ സിഹറിൽ യാതൊരു യാഥാർത്ഥ്യമില്ല, തനി തട്ടിപ്പാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥമായ മുഹല്ലയിൽ നിന്ന് ഞാൻ കേൾപ്പിക്കാം. അസ്സിഹ്റു ഹിയലുൻ വതഖ്യീലുൻ ലാ യുഹീലു തബീഅതൻ അസ്ലൻ ഖാല അല്ലാഹു അസ്സ വജല്ല യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ ഫസഹ അന്നഹാ തഖ്യീലാത്തുൻ ലാ ഹഖീഖത ലഹാ വലൗ അഹാല സാഹിറു തബീഅതൻ ലകാന ലാ ഫർഖ ബൈനഹു വബൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദാ കുഫ്റുൻ മിമ്മൻ അജാസഹു. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സിഹറിന് ഹക്കീക്കത്തുണ്ട് എന്ന്, യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നത് കുഫറിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അസ്സിഹറു ഹിയലും വതഖ്യീലും, സിഹർ തന്ത്രങ്ങളും വെറും തോന്നിപ്പിക്കലുമാണ്. അത് പ്രകൃതിയെ ഒട്ടും മാറ്റിമറിക്കുകയില്ല. ലാ യുഹീലു തബീഅതൻ അസ്ലൻ, പ്രകൃതിയെ ഒട്ടും മാറ്റിമറിക്കുകയില്ല. അള്ളാഹു പറഞ്ഞു, അവരുടെ സിഹറിനാൽ അവ വടികളും കയറുകളും ഇഴയുന്നതായി അദ്ദേഹത്തിന് മൂസാ നബിക്ക് തോന്നി. കണ്ടോ, അദ്ദേഹം ഇവിടെ അതെന്നെ എടുത്തുദ്ധരിച്ചു. മൂസാ നബിക്ക് തോന്നി. അപ്പൊ തോന്നലാണ്, ആ തോന്നൽ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സംഭവം സിഹർ വെറും തോന്നിപ്പിക്കലാണെന്ന്, അതിന് യാഥാർത്ഥ്യമില്ലെന്നുള്ള വസ്തുതയെ ശരിവെക്കുന്നു. ഖുർആനിൽ പറഞ്ഞില്ലേ യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അൻഹാ തസ്ആൻ. അതിൽ നിന്ന് മനസ്സിലാക്കാം സിഹറിന് യാഥാർത്ഥ്യമല്ല, കേവലം തോന്നൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കാം. സിഹറുകാരന് പ്രകൃതി മാറ്റാൻ കഴിയുമായിരുന്നുവെങ്കിൽ അയാളും പ്രവാചകനും തമ്മിൽ അന്തരമില്ലെന്ന് വരുന്നു. അത് കുഫറാണ്. ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ, ഒരു പ്രകൃതി മാറ്റാം, ഒന്നിന്റെ ഒരു പ്രകൃതി അങ്ങോട്ട് മാറ്റാം, യഥാർത്ഥത്തിൽ മാറ്റാം. ഇപ്പൊ വടിയുടെ ഒരു പ്രകൃതി അത് മാറ്റുക, എന്നിട്ട് വടിയെ പാമ്പാക്കുക, യഥാർത്ഥ പാമ്പാക്കുക. ഇപ്പൊ മൂസാ നബി ആക്കിയതുപോലെ. അപ്പോ മൂസാ നബിയുടെ മൗജിദത്തും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത മൗജിദത്തും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? പക്ഷേ മൂസാ നബിയോട് മത്സരിക്കാൻ വന്ന സാഹിറുകാര് വടികളും കയറിട്ട് പാമ്പാക്കി. അതിന്റെ കല്ല് അവിടെ വെച്ച് തന്നെ അത് യഥാർത്ഥത്തിൽ പാമ്പായിട്ടില്ല, അത് കേവലം തോന്നലാണ്. അതിനെ മുഴുവൻ മൂസാ നബിയുടെ വടി വാക്കിലാക്കി. അപ്പൊ മൂസാ നബി വടി ഇട്ടതുപോലെ
വടിയിട്ട് പാമ്പാക്കിയതുപോലെ ഒരു പ്രകൃതി മാറ്റി അതിനെ മറ്റൊന്നാക്കി മാറ്റാൻ സാഹിറുകാരന് കഴിയുമെങ്കിൽ പ്രവാചകന്മാരുടെ മുഅ്ജിസത്തും സാഹിറിന്റെ പ്രവർത്തനങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചു. അതുപോലെ യഥാർത്ഥത്തിൽ മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ സാഹിറുകാരന് സാധിക്കുമോ? സാഹിറുകാരൻ തല വെട്ടി ഉടലും തലയും വേറാക്കാറുണ്ട്. എന്നിട്ട് ആ ഉടലിലേക്ക് തല കൊടുത്ത് ഘടിപ്പിക്കാറുമുണ്ട്. ഇത് യാഥാർത്ഥ്യമല്ല, തോന്നൽ മാത്രമാണ്. അവിടെ അങ്ങനെ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ നടക്കുന്നില്ല. തല വെട്ടിയിട്ടില്ല, ഉടലും തലയും വേറെ ആക്കിയിട്ടുമില്ല. പക്ഷേ കാണികൾക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്നിട്ട് മരിച്ച ഒരാളെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഈസാ നബിക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്തും ഈ സാഹിറിന്റെ പ്രവൃത്തിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതാണ് ഇബ്നു ഹസമുൽ ഉന്ദുലുസി ചോദിക്കുന്നത്. ഇനി അതൊക്കെ പോട്ടെ. ഇമാം ഫഖറുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീർ മഫാത്തിഹുൽ ഗൈബ് ലോകപ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം സിഹർ 8 തരത്തിലുണ്ട് എന്നുള്ളത് ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കുന്നില്ല. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, വദർബുൻ ആഖർ മിന സിഹർ വഹുവ മാ യദ്ദഊന മിൻ ഹദീസിൽ ജിന്നി വശയാത്തീൻ വതഅത്തുഹും ലഹും ബിർറുഖി വൽഅസാഇം ويتوسلون إلى ما يريدون من ذلك بتقدمه أمور ومواقات قوم قد أعدوهم لذلك وعلى ذلك كان تجري أمر الكهان من العرب في الجاهلية وكان أكثر مخارج الحلاج من هذا الباب. مفاتيح الغيب إمام فخر الدين الرازي 1-ാം വാള്യം 52-ാം പേജ്. സിഹറിന്റെ മറ്റൊരു രൂപം, അത് ജിന്നുകളെയും ശൈത്താന്മാരെയും സംബന്ധിച്ച് സിഹറുകാരുടെ ജൽപ്പനവും മന്ത്രവാദം, ഇസ്മ പണി മുതലായവ മുഖേന അവരെ കീഴ്പ്പെടുത്താമെന്ന അവകാശവാദവുമാണ്. വാസ്തവത്തിൽ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവരെത്തിച്ചേരുന്നത് മറ്റു പല തന്ത്രങ്ങളിലൂടെയാണ്. പല തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉദ്ദേശത്തിലേക്ക് അവരെത്തിച്ചേരുന്നത്. അതായത് മുൻകൂട്ടി തയ്യാറാക്കിയ പല സൂത്രങ്ങളും അവരൊപ്പിച്ചെടുക്കും. ഒരു പക്ഷിയെ പിടിച്ച് അവരറക്കും, എന്നിട്ട് ആ പക്ഷിയെ തന്നെ പറപ്പിക്കും. അതെങ്ങനെയാണ്? മറ്റൊരു പക്ഷി അവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചിട്ടുണ്ടാകും, അത് കാണികൾ കാണുകയില്ല. അതേ രൂപത്തിലുള്ള 2 പക്ഷികൾ ഉണ്ടാകും. ഒരു പക്ഷിയെ പിടിച്ച് അറക്കുന്നു, അത് ആളുകൾ കാണുന്നു. എന്നിട്ട് ആ അർത്ഥ പക്ഷിയെ മാറ്റിയിട്ട് അവരുടെ കൈയടക്കം കൊണ്ട് അത് മറ്റാരും കാണാതെ മാറ്റിയിട്ട് അവിടെ ഉള്ള ജീവനുള്ള പക്ഷിയെ അവർ പറപ്പിക്കുന്നു. അപ്പോൾ നാം കാണികൾക്ക് തോന്നും, ആ പക്ഷിയെ അറുത്തു, ആ അറുത്ത് ജീവൻ പോയ പക്ഷിയെ പറപ്പിച്ചു. ഇങ്ങനെ അവർ മുൻകൂട്ടി തയ്യാറാക്കിയ പല സൂത്രങ്ങളും അവരുപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ചില ഏജന്റുമാരെ കൂട്ടുപിടിച്ചുള്ള ഗൂഢതന്ത്രങ്ങളും അവർ ഒരുക്കിയേക്കും. അതാണ്, ചില ഏജന്റുമാരും ഉണ്ടാവും അവർക്ക് എന്നാണ് പറയുന്നത്. മുൻകൂട്ടി ഏജന്റുമാരെ തയ്യാറാക്കിയിരിക്കും, അവരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്. ഇതായിരുന്നു ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന അറേബ്യൻ ജ്യോത്സ്യന്മാരുടെ തൊഴിൽ. അറേബ്യൻ നാട്ടിൽ ജാഹിലിയ കാലത്ത് നിലവിലുണ്ടായിരുന്ന സിഹർ ഇങ്ങനെയായിരുന്നു. ആ സാഹിറന്മാർ ചില ഏജന്റുമാരെ നിശ്ചയിക്കുകയും അവർക്ക് ഈ സിഹറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഓഹരി അവർക്ക് നൽകുകയും അങ്ങനെ അവർ പിന്നിൽ നിന്നുകൊണ്ട് ചില പ്രവർത്തികൾ ചെയ്യുകയും അത് ശരിയാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്നിട്ട് അബൂബക്കർ റാസി പറയുന്നു, ഹല്ലാജ് ഇബ്നു മൻസൂറിന്റെ തട്ടിപ്പുകൾ മിക്കതും ഈ ഇനത്തിൽപ്പെട്ടതാണ്. ഹല്ലാജ് എന്ന് പറയുന്ന സൂഫി പണ്ഡിതനുണ്ടല്ലോ, ഇങ്ങനെയുള്ള പല തട്ടിപ്പുകളും ചെയ്തിരുന്ന ആളാണ്.
അയാൾ ചെയ്തിരുന്നൊക്കെ ഈ തരത്തിലാണ്. അയാളുടെ ചില മുരീദന്മാരെ ഒരുക്കി നിർത്തിയിട്ട് ആ മുരീദന്മാർ ഇതൊക്കെ കാട്ടിക്കൂട്ടും. അത് യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നും. മൊയ്തീമാലയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഹല്ലാജെ കൊല്ലുന്ന അന്ന് ഞാനുണ്ടെങ്കിൽ. ഹല്ലാജിനെ അന്നത്തെ ഭരണാധികാരി കൊല്ലുക ചെയ്തത്. അനിൽ ഹക്ക് ഞാൻ തന്നെയാണ് അള്ളാഹ് എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള അദ്വൈത സിദ്ധാന്തക്കാരനാണ് അയാൾ. ഇങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തുമായിരുന്നു. ആ തട്ടിപ്പുകളൊക്കെ ഈ ഇനത്തിൽപ്പെട്ടതാണെന്നാണ് ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇതൊന്നും ഇന്ന് മുജാഹിദുകളിൽപ്പെട്ട ഒരു വിഭാഗം പറയുന്ന കാര്യമല്ല എന്ന് ഇപ്പോഴെങ്കിലും ശ്രോതാക്കൾക്ക് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ സിഹറിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത്, ഈ ആയത്തും കൂടി വിവരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയും ഞാൻ വിവരിച്ചത് പൂർവീക പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലും ആധുനിക പണ്ഡിതന്മാരിൽ നിന്ന് സൂക്ഷ്മതയും തഖ്വയുമുള്ള ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവരെല്ലാവരും പറഞ്ഞത് സിഹറിന് യാഥാർത്ഥ്യമില്ല, അത് തട്ടിപ്പും കുതന്ത്രങ്ങളും കേവലം തോന്നിപ്പിക്കലുമാണ് എന്ന് അവരെല്ലാവരും ഉറച്ചു പറയും. ഇനി ഈ 102-ാമത്തെ ആയത്ത്, ഈ ആയത്തിനെ പറ്റി ഞാൻ ഒരിക്കൽ പറയുകയുണ്ടായി. വത്തബിഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. واتبعوا ما تتلو الشياطين, പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ അവർ പിൻപറ്റി. ഇത് അതിന് മുമ്പുള്ള ആയത്തുമായി ബന്ധപ്പെട്ടതാണ്. മുമ്പ് പറഞ്ഞത് വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹ്, അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവാചകൻ അവർക്ക് വന്നപ്പോൾ മുസദ്ദിഖുൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതായത് തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ദുഹൂരിഹിം, ആ അഹ്ലു കിതാബികളിൽപ്പെട്ടവർ അവരുടെ കിതാബിനെ വലിച്ചെറിഞ്ഞു. കഅന്നഹും ലാ യഅലമൂൻ, അവരും ഒന്നും അറിയാത്തതുപോലെ. അതായത് മുഹമ്മദ് നബിയുടെ ആഗമനത്തെ സംബന്ധിച്ച് തൗറാത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു. ആ തൗറാത്തിൽ എടുത്തു പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ ഓർമ്മിപ്പിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ആ തൗറാത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നവർ നടിക്കും. കഅന്നഹും ലാ യഅലമൂൻ, അവരൊന്നും അറിയാത്തതുപോലെ, അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല എന്ന് അവരഭിനയിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒത്തബറു മാത്രത്തിൽ ആ പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ പിൻപറ്റിയാണ് പിന്നെ അവർ ചെയ്തത്. അള്ളാന്റെ കിതാബിൽ അള്ളാഹ് അവതരിപ്പിച്ചതിനെ പിൻപറ്റുക എന്ന ചെയ്തത്. അള്ളാഹ് അവതരിപ്പിച്ചതിനെ അവരെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവര് പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ പിൻപറ്റി. ആലാ മുൽക്കി സുലൈമാൻ നബിയുടെ അധികാരത്തെപ്പറ്റി, സുലൈമാൻ നബിയുടെ രാജാധികാരത്തെപ്പറ്റി പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ അവർ പിൻപറ്റി. വമാ കഫറ സുലൈമാൻ, എന്നാ സുലൈമാൻ നബി കാഫറായിട്ടില്ല. സുലൈമാൻ നബി കാഫറായിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറൂ, ഈ സത്യനിഷേധികളാണ് കാഫറായത്, അവരാണ് സിഹർ ചെയ്തത്. അപ്പൊ സിഹർ ചെയ്താൽ അത് കുഫറാണ്. അത് സുലൈമാൻ നബി സിഹർ ചെയ്തിട്ടാണ് തന്റെ രാജാധികാരം നിലനിർത്തിയിരുന്നതുമൊക്കെ എന്നൊക്കെ യഹൂദികൾ പ്രചരിപ്പിച്ചിരുന്ന ചില പ്രചരണങ്ങളാണ്. സുലൈമാൻ നബി അങ്ങനെ സിഹർ ചെയ്തിട്ട് കാഫറായിട്ടില്ല. വലാകിന്ന ശയാത്തീന കഫറൂ, ഈ സത്യനിഷേധികളാണ് കാഫറായത്. അവരെന്താ ചെയ്തത്? യുഅല്ലിമൂന അന്നാസ സിഹ്റ, ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു.
ആ സിഹറിന്റെ പ്രചരണത്തിന് വേണ്ടി അവരെന്ത് പറഞ്ഞു? ഇത് സുലൈമാൻ നബി തന്റെ അധികാരം നിലനിർത്തിയിരുന്നത് സിഹർ ചെയ്ത് തന്റെ സിംഹാസനത്തിന്റെ ചോട്ടിൽ കുഴിച്ചിട്ടതാണ്. ഞങ്ങൾ ആ സിഹർ, ആ സിംഹാസനത്തിന്റെ ചോട്ടിൽ നിന്ന് കുഴിച്ചിട്ട സിഹർ പുറത്തെടുക്കുകയും അതിൽ നിന്ന് പഠിച്ച വിദ്യകളാണ് എന്ന് പറഞ്ഞ് സിഹറിന് അവർ ഡിമാൻഡിലാണ്. അതിന് പുറമെ അവർ പറയും, ഇത് ബാബിലോണിൽ 2 മലക്കുകൾ വന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്നാൽ ഒമാ ഉൻസിലാലൽ മലക്കൈനി, ഖുർആൻ അതിനെ നിഷേധിക്കുക ചെയ്യുന്നത്. ഒമാ ഉൻസിലാലൽ മലക്കൈനി, 2 മലക്കുകളുടെ മേൽ നാം ഇറക്കിയിട്ടില്ല. ഈ ബാബിലോണിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 മലക്കിന്റെ മേൽ നാം ഇങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ല. ഒമായു അല്ലിമാനി മിന്നഹദിൻ, അവരാർക്കും പഠിപ്പിച്ചിട്ടുമില്ല. ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങളൊരു പരീക്ഷണമാണെന്ന് പറയാൻ. ഫലാ തക്ഫുർ, അതുകൊണ്ട് നിങ്ങൾ സത്യനിഷേധിയാവരുത്, ഞങ്ങളൊരു പരീക്ഷണമാണെന്ന് പറയാൻ ബാബിലോണിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ മലക്കിനെ ഇറക്കിയിട്ടില്ല, അവരാർക്കും പഠിപ്പിച്ചിട്ടില്ല. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, അങ്ങനെ അവർ ആ 2 ഫയതഅല്ലമൂന മിൻഹുമാ, അവർ 2 പേരിൽ നിന്ന് അവർ പഠിക്കും. മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വേർതിരിക്കുന്ന. ഒമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ ഇതിനെ കൊണ്ടല്ലാതെ അതുകൊണ്ട് ഒരു ദോഷവും ആർക്കും വരുത്താനും സാധ്യമല്ല. ഈ ഭാഗം കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഒരാൾ ചോദിച്ചതാണ്, ഇന്ന് ഞാൻ വിവരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇത് ആയത്തിന്റെ നീണ്ട ഒരു ആയത്തിന്റെ ഒരു കഷ്ണം മാത്രം എടുത്തിട്ടാണ് ചോദിച്ചത്. അങ്ങനെ ഒരു കഷ്ണത്തിന് മറുപടി പറയാൻ പ്രയാസമാണ്. ആയത്ത് ഒന്നായി വിവരിക്കുമ്പോൾ മാത്രമേ അതിന്റെ പൂർണ്ണ രൂപത്തിൽ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞത്. ഒമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ ഇതിന് കൊണ്ടല്ലാതെ ഈ സിഹർ കൊണ്ട് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്താണ് ഇവിടെ അള്ളാന്റെ ഇതിന് കൊണ്ടല്ലാതെ ചെയ്യാൻ? ഏതൊരു കാര്യം സംഭവിക്കുന്നതും അള്ളാന്റെ ഇതിന് കൊണ്ടാണ്. സിഹറിന് യാഥാർത്ഥ്യമില്ല. പിന്നെ സിഹറിന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇമാം ഷാഫി പറഞ്ഞതുപോലെ തോന്നലുണ്ട്. ഈ തോന്നൽ കൊണ്ട് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെങ്കിലും അതിന് അള്ളാന്റെ ഇതിന് വേണം. അള്ളാന്റെ ഇതിനുണ്ടെങ്കിലേ ആ തോന്നൽ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ഉറച്ച തൗഹീദുള്ള ആളുകളുമാണെങ്കിൽ അവർക്ക് ആ മനസ്സിൽ അങ്ങനെ തോന്നലുണ്ടാവൂല. അതുകൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അതിനാൽ ഉണ്ടായിത്തീരുകയില്ല. അതാണ് ഒമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും. ഇങ്ങനെയൊക്കെ സിഹറിന് പ്രചരണം നടത്തിയിട്ട് സിഹർ അവർ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് അവർക്ക് ദോഷം മാത്രമാണ്, ഒട്ടും ഗുണമുള്ള കാര്യമല്ല. വലഖദ് അലിമൂല മനിഷ്തറാഹു, ഇതിനെ വാങ്ങിയവർക്കറിയാം, മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ഞങ്ങൾക്ക് പരലോകത്തിൽ യാതൊരു ഗുണവുമില്ല എന്ന്. ഈ സിഹറിൽ പഠിക്കുകയും ആ സിഹറുമായി നടക്കുകയും ചെയ്യുന്ന ആളുകൾക്കറിയാം ഞങ്ങൾക്ക് പരലോകത്ത് യാതൊരു രക്ഷയുമില്ല. അവരവരുടെ ആത്മാവിനെ വിറ്റ് വാങ്ങിയത് വളരെ ചീത്ത. ലൗ കാനൂ യഅലമൂൻ, അവരറിയുന്നവരാണെങ്കിൽ അവർ ചെയ്തത് വളരെ ചീത്ത കാര്യമായി പോയി. കാരണം പരലോകത്തെയാണ് അവരിവിടെ പണയം വെച്ചത്. പരലോകത്തെ പണയം വെച്ചുകൊണ്ടാണ് അവരിവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത്. ഇത് ഒരർത്ഥമാണ്. ഒമാ ഉൻസിലാലൽ മലക്കൈനി എന്ന് പറഞ്ഞതിന് ആ മാ നഫിയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒമാ ഉൻസിലാലൽ മലക്കൈനി, 2 മലക്കുകളുടെ മേൽ നാം ഇറക്കിയിട്ടില്ല. ഹാറൂത്ത് മാറൂത്ത് എന്ന 2 മലക്കുകളുടെ മേൽ സിഹർ നാം ഇറക്കിയിട്ടില്ല എന്നൊരു വ്യാഖ്യാനം അതിനുണ്ട്. ഈ വ്യാഖ്യാന പ്രകാരമാണ് ഞാൻ ഇപ്പോൾ അർത്ഥം പറഞ്ഞത്. മറ്റു വ്യാഖ്യാനം ഞാൻ പറയുന്നു. ഇതാര് പറഞ്ഞതാണ്? എന്റെ സ്വന്തം വക വ്യാഖ്യാനം കേട്ടോ. ഇഖ്തലഫ അഹ്ലുൽ ഇൽമി ഫീ തഅ്വീലി മായുടെ അർത്ഥം എന്താണ് എന്ന കാര്യത്തിൽ, മായുടെ വ്യാഖ്യാനത്തെ പറ്റി പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഫീ ഖൗലിഹി വമാ ഉൻസിലാലൽ മലക്കൈനി എന്ന് പറഞ്ഞതിലെ മാ എന്താണ്? ഫഖാല ബഅദുഹും, ചില പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറഞ്ഞു, മഅനാഹു, മായുടെ അർത്ഥം അൽ ജഹദു, നിഷേധമാണ്. വഹിയ ബിമഅന ലം,
ലം എന്നിന്റെ അർത്ഥമാണ്. അപ്പൊ മാ ഉൻസില അലൽ മലക്കൈനി പറഞ്ഞാൽ രണ്ട് മലക്കിന്റെ മേൽ ഇറക്കിയിട്ടില്ല എന്നാണ്. ജാമിഉൽ ബയാൻ അൻ തൻവീരി ആയൽ ഖുർആൻ, മുഹമ്മദ് ബിൻ ജരീർ തിബരിയുടെ തഫ്സീറാണ്. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പഴക്കമുള്ള തഫ്സീറാണ്. പിന്നെ ഇത് ഇബ്നു ജരീർ തിബരി വെറുതെ പറഞ്ഞ അഭിപ്രായമല്ല. അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൽ നിന്ന്, പ്രഗൽഭ സഹാബിയുമാണ്, ഖുർആന്റെ ആധികാരിക മുഫസ്സിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ അധികാരപ്പെടുത്തിയ മഹാ പണ്ഡിതനും സഹാബിയുമാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്. അദ്ദേഹം പറയുന്നു, ഖൗലുഹു വമാ ഉൻസില അലൽ മലക്കൈനി ബി ബാബില ഹാറൂത്ത് വ മാറൂത്ത് എന്ന് പറഞ്ഞാൽ ലം യൻസിലില്ലാഹു സിഹ്റ, അള്ളാഹു അവരുടെ മേൽ സിഹർ ഇറക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. ആരാ പറയുന്നത്? ഇത് ഒരു മുജാഹിദുകൾ എന്നൊരു വിഭാഗം പറയുന്നതല്ല. പ്രഗൽഭ സഹാബിയും ഖുർആൻ വ്യാഖ്യാതാവുമായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് പറഞ്ഞതാണ്. വമാ ഉൻസില അലൽ മലക്കൈനി എന്ന് പറഞ്ഞാൽ ലം യൻസിലില്ലാഹു സിഹ്റ അലൽ മലക്കൈനി, അള്ളാഹു ആ രണ്ട് മലക്കിന്റെ മേൽ സിഹർ ഇറക്കിയിട്ടില്ല. ഇത് അദ്ദേഹം മാത്രമല്ല, അനി റബീഅ് ബിൻ അനസും പറയുന്നു. വമാ ഉൻസില അലൽ മലക്കൈനി എന്ന് പറഞ്ഞാൽ വമാ അൻസലല്ലാഹു അലൈഹിമ സിഹ്റ, അള്ളാഹു ആ രണ്ട് മലക്കുകളുടെ മേൽ സിഹർ ഇറക്കിയിട്ടില്ല. ഇപ്പൊ തഅ്വീലുൽ ആയ അലാ ഹാദൽ മഅന അല്ലദീ ദക്കർനാഹു, നാം ഈ പറഞ്ഞതനുസരിച്ച് അൻ ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ അബ്ബാസിൽ നിന്നും റബീഇൽ നിന്നും മിൻ തൗജീഹിഹിമ, അവർ നിർദ്ദേശിച്ച നിർദ്ദേശം അനുസരിച്ച് ആയത്തിന്റെ അർത്ഥം എന്താണ്? വമാ അൻസല അലൽ മലക്കൈനി എന്ന്, വമാ ഉൻസില അലൽ മലക്കൈനി എന്ന് പറഞ്ഞാൽ ലം യൻസിൽ അലൽ മലക്കൈനി, മലക്കിന്റെ മേൽ രണ്ട് മലക്കുകളുടെ മേൽ നാം സിഹർ ഇറക്കിയിട്ടില്ല. വത്തബഉല്ലദീ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന, പിന്നെ അവരെന്ത് ചെയ്തു? സുലൈമാൻ നബിയെ പറ്റി ആ പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ അവർ പിൻപറ്റുകയാണ് ചെയ്തത്. വമാ കഫറ സുലൈമാനു, സുലൈമാൻ നബി കാഫറായിട്ടില്ല. വലാ അൻസലല്ലാഹു സിഹ്റ അലൽ മലക്കൈനി, ആ രണ്ട് മലക്കുകളുടെ മേൽ അല്ലാഹു സിഹർ ഇറക്കിയിട്ടുമില്ല. ഇത് ത്രിബിരി 1-ാം വാള്യം 452-ാം പേജ്. ഞങ്ങൾ ഉണ്ടാക്കി പറയുന്ന തഫ്സീറൊന്നും. ഇത് വിവരമുള്ളവരുണ്ടെങ്കിൽ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കും. ഇങ്ങനെ തന്നെയല്ലേ ഉള്ളത് എന്നൊന്ന് പരിശോധിച്ചു. ഇനി ഇത് ഒരർത്ഥം. ഇനി മറ്റൊരർത്ഥം ഞാൻ പറയാം. മുഫസ്സിറുകൾ ചിലർ പറഞ്ഞിട്ടുണ്ട് മാ മൗസൂലയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ വരും അർത്ഥം. ഒറ്റപ്പഴവും മാത്തത്തുള്ളു ഷയാത്തീനും അലാ മുൽക്കി സുലൈമാന, സുലൈമാൻ നബിയുടെ അധികാരത്തെ പറ്റി പിശാചുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെ അവർ പിൻപറ്റി. ഒമാ കഫറ സുലൈമാനു, സുലൈമാൻ നബി കാഫറായിട്ടില്ല. ഒലാക്കിന്ന ഷയാത്തീന കഫറു, ആ പിശാചുക്കളാണ് കാഫറായത്. യുഅല്ലിമൂനന്നാസ സിഹ്റ, അവർ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു. വമാ ഉൻസില അലൽ മലക്കൈനി, രണ്ട് മലക്കുകൾക്ക് ഇറക്കിയതിനെയും അവർ പഠിപ്പിച്ചു. ബാബിലോണിൽ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ രണ്ട് മലക്കിന്റെ മേൽ ഇറക്കിയതിനെയും അവർ പഠിപ്പിച്ചു. എന്നിട്ട് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്ന, എന്നിട്ട് ആ രണ്ട് മലക്കുകൾ ഇത് ഈ സിഹർ അവരാർക്കും പഠിപ്പിച്ചു കൊടുത്തില്ല. ഞങ്ങൾ ഒരു ഫിത്നയാണ്, പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ടല്ലാതെ, ഫലാ തക്ഫുർ, അതുകൊണ്ട് നിങ്ങൾ സിഹർ ചെയ്ത് കാഫറാണ് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവർ സിഹർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വ സൗജിഹി, അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വേർതിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് പഠിക്കും. വമാഹും ബിദാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാന്റെ ഇതിന് കൊണ്ടല്ലാതെ ആ സിഹർ കൊണ്ട് മാത്രം അവർക്കൊന്നും വരുത്തി വെക്കാൻ സാധ്യമല്ല. ഇവിടെ മാ മൗസൂലയായി വരുമ്പോൾ ഇമാം അബൂബക്കർ റാസി അൽ ജസ്സാസും അതുപോലെ വഹ്ബത്ത് ജഹീലി പോലെയുള്ള പണ്ഡിതന്മാരും ഇതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്. അതായത് ഈ യഹൂദികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു, സുലൈമാൻ നബി സിഹർ ചെയ്തിട്ടാണ് തൻ്റെ അധികാരമൊക്കെ നിലനിർത്തിയത്. ഞങ്ങൾക്ക് ആ സുലൈമാൻ നബിയിൽ നിന്ന് ഞങ്ങൾക്ക് ഹാറൂത്ത് മാറൂത്ത് രണ്ട് മലക്കിനെ അള്ളാഹ് അയക്കുകയും ആ മലക്കിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ് സിഹർ. ആ മലക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ സിഹർ പഠിച്ചത്. അതുകൊണ്ട് ഇത് അങ്ങനെ ചെയ്യാൻ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവർ ഡിമാൻഡ് കൂട്ടും. അപ്പൊ ആവശ്യക്കാർ എന്നാലും ഞങ്ങൾക്ക് വേണ്ടി
ഒന്ന് ചെയ്തു തരണം, അതിന് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിമാൻഡും വർദ്ധിപ്പിച്ചു. ഇങ്ങനെയായിരുന്നു അവർ ചെയ്തു വന്നിരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞിട്ട് മലക്കിനെ അള്ള ഇറക്കിയത് സിഹറിന്റെ ഉള്ളുകല്ലുകൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സിഹറിന്റെ ഉള്ളുകല്ലുകൾ പഠിപ്പിക്കാൻ വേണ്ടി, അതിന് യാഥാർത്ഥ്യം ഇല്ല എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടി. ഇത് അബൂബക്കർ റാസി അൽ ജസ്സാർ തന്റെ അഹ്കാമുൽ ഖുർആൻ എന്ന തഫ്സീറിലും തഫ്സീറുൽ മുനീർ എന്ന തഫ്സീറിൽ വഹ്ബത്ത് ദഹീലിയും ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇഖ്തലഫൽ ഉലമാഉ ഖാല ജമാഅത്തുൻ ഹുമാ മലക്കാൻ ബഅസഹുമുല്ലാഹു, അല്ലാഹു അവരെ അയച്ചു ഈ രണ്ട് മലക്കുകളെ, യുബയ്യിനാനി ലിന്നാസി ബുത്ലാന മാ യദ്ദഊന ഹഖീഖതഹു, ആ സിഹറിന്റെ ഹഖീഖത്ത് ബാത്തിലാണ്, അതിൽ യാഥാർത്ഥ്യമില്ല എന്ന് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി. വയക്സിഫാനി ലഹും അൻ വുജൂഹിൽ ഹിയൽ, അവരുടെ തന്ത്രത്തിന്റെ രൂപങ്ങളൊക്കെ അവർക്ക് വെളിവാക്കി കൊടുക്കാം. അല്ലത്തി യഖ്ദഊന ബിഹന്നാസ്, അതുകൊണ്ട് ജനങ്ങളെ അവർ വഞ്ചിക്കുന്നു. അങ്ങനെ വഞ്ചിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുന്ന ആ സാഹിറന്മാരുടെ സിഹറിന്റെ യാഥാർത്ഥ്യം അവരെ പഠിപ്പിച്ചു കൊടുക്കാനാണ് മലക്കുകളെ അയച്ചത്. വയൻഹിയാനിഹിം അനിൽ അമലി ബിഹാ, അതുകൊണ്ട് അമൽ ചെയ്യരുത്. അപ്പോൾ ഒരു സിഹറിന്റെ ഉള്ളുകല്ലികൾ വ്യക്തമാക്കി കൊടുക്കുക, ഇതിനാണ് മലക്കുകൾ വന്നത്. സിഹറിന് കണ്ടമാനം പ്രചാരം യഹൂദികൾ വരുത്തിയപ്പോൾ അതിന്റെ ഉള്ളുകല്ലികൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഏതുപോലെ പ്രൊഫസർ മുതുകാട് മാജിക് ചെയ്യാറുണ്ട്, അതൊന്നുണ്ട് ചെയ്തിട്ട് അത് ഇങ്ങനെയാണ്, അതിന്റെ ഉള്ളുകല്ലികൾ ഇന്നതാണെന്നും ചിലപ്പോൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ ഈ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ രണ്ട് മലക്ക് എന്ന അർത്ഥത്തിൽ തന്നെ വേറെയും പല അഭിപ്രായങ്ങളുണ്ട്. പോട്ടെ, അവര് സിഹറിന്റെ ഉള്ളുകല്ലുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ യഹൂദികളുടെ കുപ്രചരണങ്ങളിൽ നിന്നും കള്ളത്തരങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹ് അയച്ചതാണ് ഈ രണ്ട് മലക്കുകൾ. അപ്പോ ഈ സിഹറിന്റെ ഉള്ളുകല്ലുകൾ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം സിഹർ ചെയ്യണ്ടേ? ഒരു മാജിക് ചെയ്തതിന് ശേഷമല്ലേ അതിന്റെ കല്ലി ഇന്നതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആദ്യം സിഹർ ചെയ്ത് കാണിച്ചു കൊടുത്തു ജനങ്ങൾക്ക്. അതിന്റെ ശേഷം അത് ഇന്നതാണ്, അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ആ പിന്നിലുള്ള രഹസ്യം ഇന്നതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം സിഹർ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ആദ്യം സിഹർ പഠിപ്പിച്ചു കൊടുക്കുമ്പോ പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത് പ്രവർത്തിക്കാൻ പാടില്ല. ഞങ്ങളൊരു പരീക്ഷണമായിട്ടാണ് ഞങ്ങളെ അയച്ചത്. എന്താണ് ഞങ്ങൾ അയച്ച പരീക്ഷണം? ഈ സിഹറിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ജനങ്ങൾ ഈ സിഹറിന്റെ ഉള്ളുകല്ലുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സിഹറും പഠിപ്പിച്ചു കൊടുക്കും. സിഹർ പഠിപ്പിച്ചു കൊടുക്കാതെ അതിന്റെ ഉള്ളുകല്ലി കാട്ടി കൊടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ പഠിപ്പിച്ചു തന്നാൽ അത് നിങ്ങൾ പ്രയോഗിക്കരുത്, അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്, അത് പ്രയോഗിക്കാൻ പാടില്ല. അത് പ്രയോഗിച്ചവര് കാഫറാണ്, പ്രയോഗിക്കാത്തവര് മുസ്ലിമാണ്. അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഇപ്പോ ഈ ബനി ഇസ്രായേൽ സൈന്യവുമായിട്ട് താലൂത്ത് പോകുമ്പോ തീയിൽ നിന്ന് വെള്ളം കുടിച്ചില്ലേ? വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞില്ലേ? ഇല്ലാ മാനിയ ഒത്തറപ്പറ്റ കുറുപ്പത്തിൽ ഒരു കൈക്കോരൽ മാത്രമേ കുടിക്കാതെ ഒരു പരീക്ഷണമാണ്, അല്ല അതിൽ തെറ്റുണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ ഇതുപോലെ ഇതൊരു പരീക്ഷണമാണ്. ഈ സിഹർ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കുന്നു, അതിന്റെ ഉള്ളുകല്ലികളും വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പൊ ഈ സിഹർ കാട്ടിക്കൊടുത്ത സിഹർ ചെയ്തുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കരുത്, കുഫറിലേക്ക് എത്തിച്ചേരരുത് എന്ന് അവരെ ഉപദേശിക്കുകയാണ്. അപ്പൊ അത് അവർക്കൊരു പരീക്ഷണമായി
അത് മാറുകയാണ് ചെയ്യുന്നത് എന്നാണ് ദഹീലി ഇവിടെ പറയുന്നത്. കാന്നഹുമാ യഖൂലാനി ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ ഫകാനാ യുഅല്ലിമാനി സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ സിഹറിന്റെ യാഥാർത്ഥ്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ. ഇത് യാഥാർത്ഥ്യം പഠിച്ചാൽ പിന്നെ അതുകൊണ്ട് കണ്ടിട്ടൊരാൾ പേടിക്കുകയോ അയാളുടെ മനസ്സിൽ ഒസുവാസം ഉണ്ടായിത്തീരുകയോ രോഗിയായിത്തീരുകയോ ചെയ്യില്ലല്ലോ. അങ്ങനെ ജനങ്ങൾക്ക് അതിൽ സൗഖ്യം കിട്ടാൻ വേണ്ടിയാണ് ഇത് അവർ പഠിപ്പിച്ചത്. ലാലിൽ അമൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ട്? ലിഅന്നൽ മലായികത ഉമനാ ഉല്ലാഹ്, മലക്കുകൾ അള്ളാഹുവിന്റെ വിശ്വാസദാസന്മാരാണ്. അലാ വഹീഹി, അള്ളാഹിന്റെ വഹിയിൽ നിന്ന് തന്നെ, വഹി തന്നെ അള്ളാഹ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ദാസന്മാരാണ്. വസുഫറാഉഹു ഇലാ റുസുലിഹി, പ്രവാചകന്മാരുടെ അടുത്തേക്ക് വരുന്ന അംബാസഡറാണ്, അള്ളാഹു അയക്കുന്ന അംബാസഡർമാരാണ് അവർ. വലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് അവർ ഒരിക്കലും എതിര് പ്രവർത്തിക്കില്ല. എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഇവിടെ മാ മൗസൂലയായിട്ടും മാ മൻഫിയായിട്ടും രണ്ടർത്ഥം ഇതിന് പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടർത്ഥവും ഞാൻ ഇവിടെ വിശദീകരിച്ചു. ഇനി ആ രണ്ടർത്ഥപ്രകാരവും സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ മലക്കുകളെ സംബന്ധിച്ച് മാറൂത്തിന്റെ സംബന്ധിച്ചൊക്കെ വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. എനിക്ക് എൻ്റെ ശബ്ദത്തിന് ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ പെട്ടെന്ന് ക്ലാസ് നിർത്തണം. ഇനി കുറച്ച് സമയം സംശയത്തിന് മറുപടി പറയാനും ആവശ്യമായി വരും. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണം പൂർത്തിയായിട്ടില്ല. ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇനി ആർക്കെങ്കിലും ഈ വിശദീകരണം പോരാ എന്ന് തോന്നുന്നുവെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വിവരിക്കാൻ. ഇപ്പോൾ ശബ്ദത്തിന് മാറ്റം സംഭവിച്ചു. ശബ്ദം പക്ഷേ അടഞ്ഞുപോയാൽ പിന്നെ തീരെ പ്രയാസപ്പെടും. അതുകൊണ്ട് ഇവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി കാണാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.